വെള്ളക്കെട്ടിനെ തുടർന്ന് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ ഗതാഗതം പൂർണ്ണമായി നിലച്ചു. കെഎസ്ആർടിസി ബസ് സർവീസുകൾ അടക്കം നിർത്തിവെച്ചു. അപ്പർ കുട്ടനാടിന്റെ പല മേഖലകളും വെള്ളത്തിലാണ്. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ ഗതാഗത പ്രശ്നമുണ്ട്. അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് രൂക്ഷമായ പ്രശ്നത്തിലേക്ക് മാറിയിരിക്കുകയാണോ? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലാണ്. മുട്ടോളം വെള്ളമുണ്ട്. ഇങ്ങോട്ട് നീങ്ങുന്തോറും ഈ വെള്ളത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യും. എന്തായാലും നെടുമ്പ്ര മുതൽ മണക്ക ആശുപത്രിപ്പടി വരെയുള്ള പ്രദേശങ്ങളിലാണ്, 1 കിലോമീറ്ററോളം വരുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ മുട്ടോളം വെള്ളം ഉള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ റോഡിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ ഈ രാവിലെയോടുകൂടി വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തു. ഈ പമ്പാ നദി കരകവിഞ്ഞൊഴുകി നദിയിലെ വെള്ളം വിവിധ പ്രദേശം വഴി ഇങ്ങോട്ട് വരുന്നതാണ് ഈ ഒരു വെള്ളക്കെട്ടിന് കാരണം. എന്തായാലും KSRTC ബസ് ഉൾപ്പെടെ സർവീസുകൾ നിലവിൽ നിർത്തിവെച്ചിട്ടുണ്ട്. ഇതുവഴിയുള്ള സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട്. വാഹന ഗതാഗതവും നിയന്ത്രിച്ചിട്ടുണ്ട്. ഈ വഴി വരുന്ന വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ, സമാന വഴികളിലൂടെ തിരിഞ്ഞു പോകണമെന്നാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ പോലീസിൻ്റെ സാന്നിധ്യമൊന്നുമില്ല. ചില വാഹനങ്ങൾ സ്വന്തം റിസ്കിൽ ഈ വഴി കടന്നു പോകുന്നുണ്ട്. അത് വലിയ ഭാരം എന്തുന്ന ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് അല്പസമയം മുമ്പ് കടന്നുപോയത്. ബൈക്ക് ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളും കുറച്ചധികം റിസ്ക് എടുത്തുകൊണ്ട് മറ്റു വഴികളില്ലാത്തതുകൂടെ ഈ നെടുമ്പ്രം വഴി ഈ വെള്ളക്കെട്ടിലൂടെ തന്നെ പോകുന്നുണ്ട്. വലിയൊരു വെള്ളക്കെട്ടാണ്. മുട്ടോളം വെള്ളം നിലവിലുണ്ട്. ഇനിയും ഈ മഴ തുടർന്നാൽ ഈ വെള്ളക്കെട്ട് ഉയരുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം, ഇല്ലെങ്കിൽ നമ്മുടെ അനുമാനം. എന്തായാലും വലിയ വെള്ളക്കെട്ടാണ്. ഈ മഴ അതിശക്തമായി തുടരുന്നതിൻ്റെ വലിയ കാഴ്ചയാണ്. വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. വീടിൻ്റെ ജനൽ ചില്ല വരെ വെള്ളം എത്തുന്ന ദൃശ്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സഞ്ജയ് അത് കാണിക്കും. അത്രമാത്രം ഇവിടെ വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഓരോ മണിക്കൂറിലും കൂടി വരുന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ എന്തായാലും പറയുന്നത്. ഈ തിരുവല്ല മേഖലയിൽ, അപ്പർ കുട്ടനാട് മേഖലയിൽ വലിയ തോതിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. പമ്പാ നദിയും മണിമലയാറും കരകവിഞ്ഞ് നദികളിലെ വെള്ളം വീടുകളിലേക്കും റോഡുകളിലേക്കും ഒക്കെ ഒഴുകുന്ന അതിഭീകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. ജില്ലയിൽ മഞ്ഞ അലേർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു അതിതീവ്ര മഴയുടെ റെഡ് അലേർട്ടിൻ്റെ തന്നെ സാഹചര്യം ഈ ജില്ലയിലുണ്ട്. കാരണം രാവിലെ മുതൽ പത്തനംതിട്ടയുടെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്ന കാഴ്ചകളാണ് കാണുന്നത്. റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത്രമാത്രം അത്രയും വെള്ളത്തിലൂടെയാണ് ആ ബൈക്ക് ഇങ്ങനെ ഓടിക്കുന്നത്. ഇതൊക്കെ അതീവ റിസ്ക് പിടിച്ച ഒരു യാത്രയാണ്. സ്വന്തം റിസ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ ആളുകൾ ഈ വണ്ടി ഓടിക്കുന്നത്. അവർക്ക് മറ്റു വഴികളില്ല പുറത്തേക്ക് കിടക്കാൻ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മുട്ടോളം വെള്ളത്തിൽ ബൈക്ക് ഓടിച്ച് റിസ്ക് എടുത്തുകൊണ്ടുള്ളൊരു ജീവിതമാണ് ഈ പ്രദേശത്തെ ആളുകൾ നയിക്കുന്നത്. എന്തായാലും ഈ മഴ ഇനിയും തുടർന്നാൽ തിരുവല്ല ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിലാവും. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ തുടരുകയാണ്. അത് ജനജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയുടെ 1 കിലോമീറ്റർ ചുറ്റളവ് പ്രദേശത്ത് വീടുകളിൽ ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളമുണ്ട്. ഇത് റോഡാണോ പുഴയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം വെള്ളം ഇവിടെ നിറഞ്ഞിരിക്കുന്നു. പമ്പാ നദി കരകവിഞ്ഞിരിക്കുന്നു. പമ്പാ നദിയിലെ വെള്ളം ജനവാസ മേഖലയിലേക്ക് കുത്തിയൊഴുകുന്ന സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളത്. ഒപ്പം തന്നെ ഈ തിരുവല്ലയിലൂടെ തന്നെയാണ് മണിമലയാറും കടന്നു പോകുന്നത്. മണിമലയാറിലെ വെള്ളവും നേരെ തിരുവല്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ജനജീവിതം വലിയ ദുസ്സഹമാവുന്നുണ്ട് അപ്പർ കുട്ടനാട്ട് മേഖലയിൽ. പക്ഷേ സ്വതവേ മഴക്കാലത്ത് ഇത്തരത്തിൽ വെള്ളം കയറാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഇത്രയും നേരത്തെ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. വലിയ തോതിൽ ജനങ്ങളെ ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ മഴക്കെടുതി എന്ന് അവസാനിക്കുമെന്നൊരു ചോദ്യമാണ് ജനങ്ങൾ എന്തായാലും ഉന്നയിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. എന്തായാലും അല്പസമയം ഒരു ബൈക്ക് യാത്രക്കാരൻ്റെ വണ്ടി ഈ വെള്ളത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. സ്വന്തം റിസ്കിൽ വണ്ടി എടുത്ത് വന്നതാണ്. പക്ഷേ ആ കുടുങ്ങിയ വണ്ടി ഓഫായി മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത വലിയൊരു ദുസ്സഹമായ സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയൊരു വെള്ളക്കെട്ട് ഇവിടെ നിലനിൽക്കുന്നു. ഇനിയും മഴ ഉയർന്നാൽ ആ വെള്ളക്കെട്ട് കൂടാനുള്ളൊരു സാഹചര്യമാണ് എന്തായാലും ജില്ലാ ഭരണകൂടം പറയുന്നത്. വലിയ ജാഗ്രത ജില്ലയിൽ പുലർത്തുന്നുണ്ട്. 10 മണിയോടുകൂടി കാലാവസ്ഥാ മുന്നറിയിപ്പ് പുതുക്കുമ്പോൾ ജില്ലയിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരും മറ്റും പറയുന്നത്. എന്തായാലും വലിയ മഴ പത്തനംതിട്ടയിൽ തുടരുകയാണ്. ശരി, പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ യെല്ലോ അലേർട്ടാണ്. പക്ഷേ ശക്തമായ മഴ തുടരുന്നു. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. അവിടെ വെള്ളം കയറിയിരിക്കുകയാണ്. ഇന്നലെ മുതൽ വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത്. KSRTC ബസ് സർവീസുകൾ അടക്കം നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പർ കുട്ടനാടിന്റെ പല മേഖലകളും വെള്ളത്തിലാണ്. ആറുകൾ കരകവിഞ്ഞൊഴുകുകയാണ് എന്നതാണ് AV ജയശങ്കർ നൽകിയ വിവരം.